എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സഹദേവൻ അമൃതയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വാക്കെങ്കിലും ഈ മാമനായിട്ടുള്ള എന്നോടോ അല്ലെങ്കിൽ ആകാശിനോട് ചോദിക്കാമായിരുന്നു. നിങ്ങൾ ചോദിച്ചില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ശരിക്കും ഒരു കുരുത്തക്കെട്ട പ്രവൃത്തി തന്നെയാണ്. ഒരിക്കലും നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹദേവൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ആകാശ് പറയാണ്, എൻ്റെ അമ്മയെയാണ് നിങ്ങൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിച്ചത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അഖില വേഗം തന്നെ ആകാശിന്റെ കൈ കയറി പിടിക്കുകയാണ്. ആകാശേട്ടാ പോകല്ലേ, പറയുന്നത് കേക്ക് എന്ന്. വേണ്ട, ഇനി ഒരു ബന്ധങ്ങളും വേണ്ട, എല്ലാം ഇവിടെ കഴിഞ്ഞു, ഇനി ഒന്നും പറയേണ്ടത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അഖിലയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് അമൃത ആകെ വല്ലാതെയാവുന്നുണ്ട്. കാരണം ആകാശ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അഖില എന്തെങ്കിലും വീണ്ടും ചെയ്യുമോ എന്നുള്ളൊരു പേടി അവളിലുണ്ട്. അങ്ങനെ അഖില തകർന്നു വന്നിരിക്കുമ്പോൾ അമൃത പറയാണ്, മോളെ പേടിക്കാതെ ഇരിക്കേ, വിഷമിക്കല്ലേ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം ചേച്ചി തന്നെ ആകാശുമായിട്ട് സംസാരിച്ചോളാം, എല്ലാം ശരിയാവും. ഇല്ല ചേച്ചി, ആകാശേട്ടന് എന്നോടുണ്ടായിരുന്നത് ഒരു സഹതാപം മാത്രമാണ്. ആ സഹതാപത്തിന്റെ പുറത്ത് തോന്നിയ ഇഷ്ടം മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം. എന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ആകാശേട്ടൻ്റെ മനസ്സ് മുഴുവൻ അനഘേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന ഇഷ്ടവും ഇപ്പൊ പോയി കഴിഞ്ഞു. എനിക്കിനി യാതൊരു പ്രതീക്ഷയില്ല. ആകാശേട്ടൻ എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നു. ഈ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ആരാധിയും മാധുരിയും വളരെ വിഷമത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അമൃതയ്ക്കാണെങ്കിൽ അഖിലയെ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് അറിയുന്നില്ല. പിന്നീട് അംബികയാണെങ്കിൽ സുമേഷിനോടും ദിവ്യപ്രഭയോടും ആകാശിനോടും സഹദേവനോടൊക്കെ തന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കണം. നോക്കൂ, ആ കലാവധിയാണ് എന്നെ ചതിച്ചത്. എൻ്റെ 33 ലക്ഷം രൂപ അത് ഞാൻ ഇന്ന് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക്. നോക്ക്, എന്നെ ആ മഹേന്ദ്രൻ ചോദിക്കാൻ ചെന്നപ്പോ ചെകിട് നോക്കി ഒന്ന് തന്നു. അത് ചോദിക്കാൻ ഒരാൾ പോലും ഇവിടെ ഇല്ലല്ലോ. അത്രയ്ക്ക് തന്നെയുള്ളൂ എന്നോടുള്ള സ്നേഹം. ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ മഹേന്ദ്രനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. എൻ്റെ അമ്മയാണ് അവൻ തൊട്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കണടാ മോനെ. അമ്മയ്ക്ക് കലാവധിയോടുള്ള പക വീട്ടാനായിട്ട്